മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും അങ്ങനെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറഞ്ഞ വാമദേവനും സീമന്തിനെയും കൂടി മേഘനെ നിർബന്ധമോ മേഘൻ പറയുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ വരികയാണെങ്കിൽ കല്യാണത്തിന്റെ വേഗത കൂടും. ഇനി ചിങ്ങത്തിലല്ല, അതിനു മുൻപേ ആ ചടങ്ങ് നടക്കും. അതിനുവേണ്ടി അമ്മ മനസ്സൊരുക്കിയൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് തന്റെ ഫ്രണ്ടിനെയും കൂട്ടി പോവാണ് കേട്ടോ മേഘൻ ചെയ്യുന്നത്. മേഘം പോയതിനു ശേഷം ഇവൻ മഹാലക്ഷ്മിയെ നന്നായിട്ട് തന്നെ ഭയപ്പെടുന്നുണ്ട് എന്ന് സീമന്തിനി പറയുമ്പോൾ അവളെ നമ്മളെയും ഭയപ്പെടുന്നുണ്ടല്ലോ. ആ ഭയം കണ്ണനും മഹാലക്ഷ്മിയും വേറെ പിരിയുന്നത് വരെ തുടരുമെന്ന് വാമനും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് സാഗരാണെങ്കിൽ മഹാലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നിന്നെ കാണുന്നത് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, പക്ഷെ ആ സംഭവത്തോടെ നിന്നെ ഞാൻ വെറുത്തുപോയി. അതുകൊണ്ട് നീ ഈ കമ്പനിയിൽ നിന്ന് പോയാലും എനിക്ക് ഒന്നുമില്ല എന്നെല്ലാം മഹാലക്ഷ്മി പറഞ്ഞത് ഓർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സാഗർ. ഇതേ സമയം മേഘൻ തന്റെ ഫ്രണ്ടിനെയും കൂട്ടി വരികയാണ്. മേഘനെ കാണുന്നതും ഞാൻ സാറിനെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു, എന്തായി സാറേ കാര്യങ്ങളെന്നെല്ലാം സാഗർ ചോദിക്കുമ്പോൾ എന്റെ ജോലി പോയില്ല, അത് മഹാലക്ഷ്മിയുടെ കൃപ കൊണ്ട് എനിക്ക് അവളുടെ കാല് പിടിക്കേണ്ടി വന്നു, അതുകൊണ്ട് അവൾ കണ്ണനോട് ഒന്നും പറഞ്ഞില്ല എന്നെല്ലാം സാഗർ പറയുമ്പോൾ എന്റെയും നില പരുങ്ങലിലാണ്. കണ്ണൻ സാർ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഞാൻ ഫിനാൻസിയേഴ്സിൽ നിന്നും പുറത്താണെന്നെല്ലാം സാഗറും പറയുന്നുണ്ട് കേട്ടോ. നീ മഹാലക്ഷ്മിയോട് പറഞ്ഞ കാര്യങ്ങളൊന്നും അവൾ ഇതുവരെ കണ്ണനോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നെല്ലാം മേഘൻ ചോദിക്കുമ്പോൾ ഇല്ലാന്നാണ് എന്റെ വിശ്വാസം എന്ന് സാഗർ പറയുന്നതും സംശയമൊന്നും വേണ്ട, പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ നീ അവിടെ കാണില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നോട് ഇഷ്ടമുണ്ട്, അതുകൊണ്ട് കുറച്ചു ദിവസം നീ പാവത്തെ പോലെ അകന്നു നടക്ക്. ഇതുപോലെയൊക്കെ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ പെണ്ണ് ആദ്യം ഒന്ന് ചൂടാവും, പൊട്ടിത്തെറിച്ചിരിക്കും, പക്ഷെ നീ പറഞ്ഞതിൽ ഒരു തെറ്റും ഇല്ലാന്ന് അവൾക്ക് പിന്നീട് മനസ്സിലാകും. ഒരു പെണ്ണിനോട് ആണിന് ഇഷ്ടം തോന്നുന്നത് വലിയ മഹാസംഭവമൊന്നും അല്ലല്ലോ. മാത്രമല്ല കണ്ണന്റെ ട്രീറ്റ്മെന്റ് പൂർണ്ണ പരാജയമാകുന്ന ഒരു ദിവസം വരും, അന്ന് അവൾക്ക് ഒരു ആൺതുണ വേണ്ടി വരും, അവിടെയാണ് നിന്റെ പ്രസക്തി എന്നെല്ലാം മേഘം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ സാഗറിനോടായിട്ട്. തുടർന്ന് സാഗർ പറയുന്നുണ്ട് എന്നാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവൾ ഒരു സാധാരണ പെണ്ണല്ലെന്ന്, നീ എന്തായാലും നിന്റെ ഉള്ളിലെ ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവളും അവളുടെ മനസ്സ് നിന്റെ മുന്നിൽ തുറക്കും, നിന്നെ പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിനെ വീണ്ടും ഇളക്കി വിടുന്നുണ്ട് കേട്ടോ മിഖൻ. പിന്നീട് കാണിക്കുന്നത് മോഹിനി പ്രതാപിന്റെ അടുത്ത് നിന്നിട്ട് കരുണമോള് വിശേഷം അറിയിച്ചതിന് ശേഷം അവളെ ഞാൻ അങ്ങോട്ട് ചെന്ന് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോള് ഒരേ പരാതിയാണ് എന്നെല്ലാം പറയുമ്പോ അതില് കാര്യമുണ്ടല്ലോ, ഇതിപ്പോ നിന്റെ മൂത്ത മോളായിരുന്നെങ്കിൽ നീ നാഴികയ്ക്ക് 40 വട്ടം അങ്ങോട്ട് ചെന്നേനെ, അവളെ പലതവണ വിളിച്ചേനെ, ഇവിടെ എന്റെ കുഞ്ഞിനെയല്ലേ നീ ഒരിക്കലും ഗൗനിക്കുന്നില്ലല്ലോ എന്നെല്ലാം പ്രതാപൻ കുറ്റപ്പെടുത്തി പറയുമ്പോ അങ്ങനെയൊന്നുമില്ല, അവിടേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെല്ലണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ പോകാത്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. കുഞ്ഞുനാള് മുതലേ നീയും എന്റെ അമ്മയും ഒക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം എന്നെല്ലാം പറയുമ്പോ പലഹാരം ഞാൻ ആവശ്യത്തിലേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും കൊണ്ട് പോയാലോ എന്ന് മോഹിനി പറയുമ്പോ അവിടെ ആ കണ്ണച്ചാര് കാണും, അതാണ് എനിക്ക് ദേഷ്യം, അവന്റെ ചില നേരത്തെ സംസാരമൊന്നും എനിക്ക് പിടിക്കുന്നില്ല എന്നെല്ലാം പ്രതാപൻ പറയുമ്പോ വയ്യാത്ത മോനല്ലേ അവനോട് കുറച്ച് സ്നേഹം കാണിച്ചുകൂടെ എന്നെല്ലാം മോഹിനി ചോദിക്കുമ്പോ വയ്യാത്ത മോനോ, മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ പോലെയാണ് അവൻ ആ വീൽ ചെയറിൽ ഇരിക്കുന്നത്, അതിനകത്ത് ഇരുന്നല്ലേ അവൻ ആ കമ്പനിയും വീടും ഒക്കെ ഭരിക്കുന്നത് എന്നെല്ലാം പ്രതാപൻ കണ്ണനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോ അതുകൊണ്ടല്ലേ കമ്പനിയും വീടും ഒക്കെ നല്ല രീതിയിൽ പോകുന്നത് എന്ന് മോഹിനി പറയുന്നതും എന്നാ പിന്നെ ഉണ്ണി അതൊക്കെ ഏൽപ്പിച്ചൂടെ എങ്കിലും നന്നായി പോവില്ലേ എന്നൊക്കെ തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഇതൊന്നും അല്ല കാര്യം, അവന്റെ പോരായ്മ മറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാത്തതാണെന്നും പ്രതാപൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന മോഹിനിയാണെങ്കിൽ സഹിക്കിട്ട് എനിക്ക് ഇങ്ങനെയുള്ള വർത്താനങ്ങളൊന്നും കേൾക്കാൻ വയ്യ, ഞാൻ എന്തായാലും പോയും റെഡി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ എന്റെ മോളെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴായാലും റെഡിയാണ്, പിന്നെ എന്റെ കുഞ്ഞിനൊരു ഉള്ളിലൊരു കുഞ്ഞു വളരെയല്ലേ, ആ കുഞ്ഞിനെ കളയാൻ പാകത്തില്ല, പലഹാരത്തിലൊന്നും ചേർക്കരുത് എന്നെല്ലാം പ്രതാപൻ പറയുന്നത് കേട്ട് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ മോഹിനിക്ക്. ഇത് കേട്ടിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു അമ്മ ചെയ്യുമെന്ന് ചോദിക്കുമ്പോ നീ ചെയ്യും, കാരണം മൂത്ത മകൾക്ക് മുൻപേ ഇളയ മകൾ അമ്മയാകരുത് എന്ന് ഇളയ മകൾ അമ്മയാകുന്നതൊന്നും നിനക്ക് ഇഷ്ടമല്ല, കാരണം അവൾ എന്റെ മോളല്ലേ, നിനക്ക് ചത്തവന്റെ കുഞ്ഞിനോടാണല്ലോ സ്നേഹം എന്നെല്ലാം പ്രതാപൻ പറയുമ്പോ ഇത്തരം സംസാരങ്ങളൊന്നും കേട്ട് മടുത്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. അതിനുശേഷം കാണിക്കുന്നത് പ്രതാപനും മോഹിനിയും കൂടിയിട്ട് കമലേശ്വരത്ത് എത്താണ്. നീ നിന്റെ മൂത്ത മോളെ കാണാനുള്ള കൊതി കൊണ്ടാണ് ഇവിടേക്ക് വന്നതെന്ന് എനിക്ക് അറിയാം എന്നെല്ലാം പ്രതാപൻ പറയുമ്പോ ഇവിടെ നിന്ന് അങ്ങനെയൊന്നും പറയില്ലേ എന്ന് പറയുന്നുണ്ട് മോഹിനി. ഇതേ സമയം കരുണ വരികയാണ് കേട്ടോ. കരുണയ്ക്കാണെങ്കിൽ അമ്മയെ കണ്ടിട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഞാൻ മോൾക്ക് ഇഷ്ടമുള്ളതൊന്നും കൊണ്ടുവരുന്നില്ല എന്നല്ലേ പരാതി, എല്ലാം ഉണ്ടെന്ന് മോഹിനി പറയുന്നുണ്ട് കരുണയോടായിട്ട്. ഇതേ സമയം ദുർഗ പറയുന്നുണ്ട് സാധാരണ സ്വന്തം മക്കള് അമ്മയാകാൻ പോകുന്നു എന്നുള്ള വിവരം അറിയിച്ചു കഴിഞ്ഞാൽ അവരുടെ അമ്മമാരെ ഇടയ്ക്കിടെ ഇങ്ങോട്ട് കയറി ഇറങ്ങും, ഇവിടെ മോഹിനി ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ള പരാതി എനിക്കും ഉണ്ടെന്നെല്ലാം ദുർഗ പറയുമ്പോ ഇവൾക്ക് എന്റെ കുഞ്ഞിനെ വലിയ സ്നേഹമൊന്നുമില്ല എന്നെല്ലാം പ്രതാപൻ പറയുന്നത് കേട്ടിട്ട് ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് മോഹി പ്രതാപന്റെ നേരെ. തുടർന്ന് മോഹിനിയെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട് ദുർഗ. തുടർന്ന് മഹാലക്ഷ്മിയും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. മഹിയെ കാണുന്നതും ഒരുപാട് സന്തോഷം
സന്തോഷാവുന്നുണ്ട്. മോഹിനിക്കും അവർക്ക് പരസ്പരം കാണുമ്പോൾ ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ. അപ്പൊ മഹിയെ കാണുന്നതും മോഹിനിയാണെങ്കിൽ കരുണയെ വിട്ടിട്ട് മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുന്നതും കരുണയ്ക്കും പ്രതാപനും ദുർഗയ്ക്കും ഒന്നും അത് ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ. തുടർന്ന് മഹാലക്ഷ്മി അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ വരുന്നതിന് മുൻപ് ഒരു മുന്നറിയിപ്പും ഇല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോ, മുന്നറിയിപ്പ് തന്നിരുന്നെങ്കിൽ നീ ഇപ്പൊ മലമുരുക്കിയായിരുന്നു എന്നെല്ലാം അത് കേട്ട് പ്രതാപൻ ചോദിക്കുന്നുണ്ട്. തുടർന്ന് കരുണ പറയുന്നുണ്ട്, ഇവളമ്മയ്ക്ക് വൈരമാല കൊടുക്കുമായിരുന്നു. ഇവിടെ പിന്നെ എന്ത് വിശേഷം ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി ഇവളുടെ ഭർത്താവും അയാളുടെ കൂട്ടുകാരും ഒക്കെ നെക്ലസ് കൊണ്ട് അഭിഷേകം ചെയ്യല്ലേ. ഞാൻ പോലും അറിയാതെ എന്റെ ബർത്ത്ഡേക്ക് ലക്ഷങ്ങൾ വിലയുള്ള നെക്ലസ് അല്ലേ ഇവള് തന്നത്. ഭാര്യയെ പറ്റി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഭാര്യയ്ക്കും ഭർത്താവിനും. അതുകൊണ്ട് സ്വർണം വാങ്ങി രണ്ടാൾക്കും കളിക്കാമെന്ന് മഹാലക്ഷ്മിയെ മനഃപൂർവ്വം കുത്തി നോവിച്ചുകൊണ്ട് കരുണ സംസാരിക്കുമ്പോ, ഇത്തരം സംസാരങ്ങളൊന്നും കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അമ്മ നിന്നെ കാണാൻ വരാത്തത് എന്ന് മഹിയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹി അമ്മയും കൂട്ടി അകത്തേക്ക് പോയതിനു ശേഷം കണ്ണച്ചാരന് മരുന്ന് കഴിച്ചിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ദുർഗേച്ചി എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ, എന്ത് മാറ്റം ഉണ്ടാവാനാ പ്രതാപ എന്ന് ദുർഗജ് പറയുന്നതും, മരുന്ന് ഫലിച്ചു തുടങ്ങിയാൽ മരുന്ന് മാറ്റി കൊടുക്കണം, അവന് കൊടുക്കാൻ പറ്റിയ പച്ചില മരുന്നുകളൊക്കെ ഞാൻ എത്തിക്കാം എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ, അതൊന്നും വേണ്ട, എന്തെങ്കിലും ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. ഇനി അയാൾ അങ്ങനെ എഴുന്നേറ്റ് നടന്നാൽ പിന്നെ എന്റെ ജീവിതം പൂർണ്ണ തോൽവിയായിരിക്കും എന്നെല്ലാം കരുണ പറയുമ്പോൾ, അങ്ങനെ മോള് തോൽക്കാൻ ഈ അച്ഛൻ ഒരിക്കലും അനുവദിക്കില്ല, അങ്ങനെ ഒരു അവസരം അവനും അവൾക്കും ഞാൻ കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. പിന്നീട് മോഹിനി മഹാലക്ഷ്മിയോടായിട്ട് കണ്ണനെ ചികിത്സ നടത്തിയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മരുന്ന് മനസ്സിന് പിടിക്കുന്നില്ല. ഒന്നാമത് തുടക്കം മുതലേ ചികിത്സയിൽ വലിയ താല്പര്യമൊന്നുമില്ല, എന്റെയും ഡോക്ടറെയും നിർബന്ധത്തിന് വഴങ്ങി നിന്ന് തരുന്നു എന്ന് മാത്രമെന്ന് മഹാലക്ഷ്മി സങ്കടത്തോടുകൂടി പറയുമ്പോൾ, എന്തായാലും വിട്ടുകളയരുത്, നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ചിലത് നടന്നു എന്ന് വരുമെന്ന് മോഹിനി പറയുമ്പോൾ, വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്, എങ്കിലും അദ്ദേഹത്തിന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. തുടർന്ന് ആ ഡോക്ടറെ കുറിച്ച് ഞാനും മൊബൈലിൽ എന്തൊക്കെ ആൾക്കാർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് മോഹിനി പറയുമ്പോൾ, ഒരേ സമയം കുറച്ചുപേരെ മാത്രമേ അദ്ദേഹം നോക്കാറുള്ളൂ, അവർക്കൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നെല്ലാം മോഹിനി പറയുമ്പോൾ, ഇവിടെ കണ്ണനും നല്ല മാറ്റം ഉണ്ടാകും, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് മോഹിനി. ഇതേ സമയം കരുണ ദേഷ്യത്തോടു കൂടി വന്നിട്ട്, അമ്മ ഇങ്ങോട്ട് വന്നത് എനിക്ക് പലഹാരം തന്ന് എന്നെ സ്നേഹിക്കാനാണോ അതോ ഇവളുടെ ഭർത്താവിന്റെ ഒരിക്കലും നടക്കാത്ത സ്വപ്നത്തെ പറ്റി പറയാനാണോ? അയാൾക്ക് ഈ ജന്മം ഒരു പുരോഗതിയും ഉണ്ടാകാൻ പോകുന്നില്ല, കാരണം അയാൾ അത്രയ്ക്ക് അഹങ്കാരിയാണ്, അയാളേക്കാൾ ഇവൾ അഹങ്കാരിയാണെന്നെല്ലാം കരുണ പറയുമ്പോൾ, കണ്ണൻ ഉണ്ണിയുടെ ഏട്ടനല്ലേ, അതുപോലെ തന്നെ ലക്ഷ്മി മോളുടെ ചേച്ചിയല്ലേ എന്നെല്ലാം മോഹിനി കരുണയോട് ചോദിക്കുമ്പോൾ, ഇവള് എന്റെ ചേച്ചിയൊന്നും അല്ല, ഇവള് വേറെ ഏതോ ഒരു അച്ഛന്റെ മോളാണ്, അതുപോലെ തന്നെയാണ് ഉണ്ണിയേട്ടന്റെ കാര്യവും എന്നെല്ലാം കരുണ തുറന്നടിച്ചു പറയുമ്പോൾ വല്ലാതെ വിഷമാവുന്നുണ്ട് കേട്ടോ മോഹിനിക്കും മഹാലക്ഷ്മിക്കും അത് കേട്ടിട്ട്. അപ്പൊ മോഹിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇനിയൊന്നും ചിന്തിക്കരുത് മോളെ, പ്രത്യേകിച്ച് ഒരു കുഞ്ഞു വയറ്റിലുള്ളപ്പോ എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, എന്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് ഇവള് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇപ്പോ അമ്മയും അതിനൊപ്പമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നെല്ലാം കരുണ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് മൂത്ത മോളുടെ കുഞ്ഞിനെ ലാളിക്കുന്നതിന് മുമ്പ് ഇളയ മോളുടെ കുഞ്ഞിനെ ലാളിക്കാനായിട്ട് അമ്മ ഇഷ്ടപ്പെടുന്നില്ല, അതൊക്കെ അമ്മയുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നെല്ലാം കരുണ പറയുമ്പോൾ, ഞാൻ അങ്ങനെ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ എന്ന് മോഹിനി ചോദിക്കുമ്പോൾ, സ്വന്തം പ്രവൃത്തി അത് തെളിയിക്കുന്നുണ്ട്, ഇപ്പൊ തന്നെ ഞാൻ എത്ര പരാതി പറഞ്ഞതിന് ശേഷമാണ് ഇത്തിരി പലഹാരവുമായിട്ട് അമ്മ വന്നത്, പക്ഷെ എന്റെ മുത്തശ്ശിയാണെങ്കിൽ എനിക്ക് തരാൻ വേണ്ടിയിട്ട് ഒരുപാട് പലഹാരം അച്ഛന്റെ കയ്യിൽ കൊടുത്തുവിട്ടു എന്നെല്ലാം കരുണ പറയുന്നത് കേട്ടിട്ട്, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നതെന്ന് മോഹിനി പറയുമ്പോൾ, ഞാൻ ജനിച്ചത് മുതൽ ഞാൻ എന്ന് പറയുന്ന ഒരാള് വീട്ടിലുണ്ട് എന്നുള്ളൊരു ചിന്ത അച്ഛനും ഉള്ളത് അച്ഛനും മുത്തയ്ക്കും മാത്രമാണ്, അമ്മ എന്നും ആലോചിച്ചിട്ടുള്ളത് ഇവളെ കുറിച്ച് മാത്രമാണ്, അതുകൊണ്ട് തന്നെ ഇവളുടെ കുഞ്ഞിനെ എന്റെ കുഞ്ഞിന് മുന്നേ താലോലിക്കാനായിട്ട് അമ്മ ആഗ്രഹിക്കുന്നുണ്ട്, അതിലെനിക്ക് അത്ഭുതമൊന്നുമില്ല, ഇപ്പോ ഏതോ ഒരു വൈദ്യനെ ഒരു പ്രാകൃതനായിട്ടുള്ള ഒരു വൈദ്യനെ പോയിട്ട് കാണുന്നുണ്ട്, 10-12 വർഷം അയാളുടെ ചികിത്സിച്ചതാണ്, എന്നിട്ടും അയാളുടെ രോഗം മാറിയില്ല, അതിനി ഒരിക്കലും ആ രോഗം മാറാനും പോകുന്നില്ല എന്നെല്ലാം കരുണ പറയുന്നത് കേട്ടിട്ട് ദേഷ്യം വരുന്ന മഹാലക്ഷ്മി ആണെങ്കിൽ, അത് രോഗമൊന്നുമല്ല, ഒരു അപകടത്തിൽ സംഭവിച്ച വൈകല്യം മാത്രമാണെന്ന് മഹി പറയുമ്പോൾ, അതിലും വലിയൊരു അപകടം അയാൾക്ക് ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു നിന്നെ കല്യാണം കഴിച്ചതോടെ എന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് വല്ലാതാവുന്നുണ്ട് കേട്ടോ മഹിയും മോഹിനിയും. തുടർന്ന് അമ്മ വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് കരുണ അഹങ്കാരത്തോടെ അവിടെ നിന്നും പോവാണ് കേട്ടോ ചെയ്യുന്നത്. ശേഷം മഹി അമ്മയോടായിട്ട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ എനിക്ക് ആകെയുള്ളത് കണ്ണേട്ട മാത്രമാണ്, ബാക്കിയുള്ളവരുടെ എല്ലാം മനസ്സിലെ വിഷമാണ്,
ഇഷ്ടമാണോ എന്നെല്ലാം മഹി പറയുമ്പോൾ മോളെ ഡ്രൈവറായിട്ട് കൊണ്ടു നടക്കുന്ന ആ ചെറുപ്പക്കാരനെയും ചേർത്ത് ഒരുപാട് കഥകൾ ഇവിടെയുള്ളവർ ഉണ്ടാക്കുന്നുണ്ടെന്നെല്ലാം മോഹിനി പറയുമ്പോൾ അതുകൊണ്ട് തന്നെ അവനെ ഇപ്പൊ ഞാൻ പരമാവധി ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. അവന്റെ മനസ്സിലും വേറെ ചില ചിന്തകളായിരുന്നു എന്ന് പറയുന്നുണ്ട്. സാഗറിന്റെ വൃത്തികെട്ട സ്വഭാവത്തെക്കുറിച്ച് ചില സൂചനകൾ മോഹിനിക്ക് നൽകുന്നുണ്ട് മഹി. തുടർന്ന് എന്റെ കണ്ണേട്ടൻ എനിക്ക് ജീവനാണ്, അമ്മ എതിർത്തിട്ട് പോലും ഞാൻ കണ്ണേട്ടനെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത് ഞങ്ങൾ രണ്ടും പേരും തമ്മിൽ ദൈവികമായിട്ടുള്ള ഒരു ബന്ധം ഉള്ളതുകൊണ്ടാണ്. ആ കണ്ണേട്ടനെ ഞാൻ തള്ളി പറഞ്ഞാൽ, കണ്ണേട്ടനെ ഞാൻ മനസ്സിൽ നിന്നും എടുത്തു മാറ്റിയാൽ ദൈവങ്ങളൊക്കെ എന്നെ ശിക്ഷിക്കും. ഈ ജന്മം കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നാലും ഇല്ലെങ്കിലും ശരി, എനിക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ കണ്ണേട്ടനെ പൊന്നുപോലെ നോക്കും, ഒരമ്മ കുഞ്ഞിനെ നോക്കുന്ന പോലെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മനസ്സിലെ കാര്യങ്ങൾ മുഴുവൻ മോഹിനിക്ക് മുന്നിൽ തുറന്നു പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. അതിനുശേഷം കാണിക്കുന്നത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാണ്. ഇതേ സമയം മഞ്ജുവിനെ കുറിച്ച് മോഹിനി ചോദിക്കുമ്പോൾ മഞ്ജു മേഘന്റെ വീട്ടിൽ പോയേക്കാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗാദേവി. തുടർന്ന് മേഘൻ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ ദൈവം സഹായിച്ചു കുഴപ്പമൊന്നുമില്ല എന്നും ദുർഗ പറയുന്നുണ്ട്. ഇതേ സമയം ആ അപകടം വഴിമാറി പോയില്ലായിരുന്നെങ്കിൽ ഈ വീട്ടിലേക്ക് കുറച്ചുകൂടി പ്രൗഢയോടെ വന്നു കയറാമായിരുന്നു, കണ്ണന്റെ ഫോട്ടോയിൽ മാല ചാർത്താമായിരുന്നു എന്നെല്ലാം ദുഷ്ടത്തരം ആലോചിക്കാണ് കേട്ടോ പ്രതാപൻ ചെയ്യുന്നത്. തുടർന്ന് മോഹിനി കണ്ണന്റെ ചികിത്സ കൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിലിടപെട്ടുകൊണ്ട് ദുർഗ പറയുന്നുണ്ട്, അല്ലെങ്കിലും ചികിത്സ അവന് ഒട്ടും ഇഷ്ടമല്ല, ഇവളാണെങ്കിൽ വെറുതെ കാശ് കളയാനായിട്ട് അവിടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുക എന്നെല്ലാം ദുർഗ മഹാലക്ഷ്മിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കേൾക്കുന്ന മഹാലക്ഷ്മി ആണെങ്കിൽ അതിനങ്ങനെ ഒരുപാട് കാശൊന്നും ആവുന്നില്ല, മരുന്നിന്റെ പൈസ മാത്രമേ ഡോക്ടർ വാങ്ങുന്നുള്ളൂ, ട്രീറ്റ്മെന്റിന്റെ പൈസയൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം വാങ്ങുന്നുള്ളൂ എന്നെല്ലാം മഹാലക്ഷ്മി പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്ന പ്രതാപനാണെങ്കിൽ അയാൾക്കറിയാം ഫലം ഉണ്ടാവില്ലെന്ന്, പിന്നെ മരുന്നിന്റെ പൈസ വാങ്ങുന്നത് മരുന്നിന് 100 രൂപയാണെങ്കിൽ 100 രൂപയും ലാഭമാണ്, പിന്നെ ഫീസ് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. തുടർന്ന് വെറുതെ കണ്ണനെ ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ ഞങ്ങൾ പറയുന്നത് പോലെയൊക്കെ നീ ചെയ്യാൻ നോക്ക്, ഒരു മോൾക്കാണെങ്കിൽ അധികം വൈകാതെ ഒരു കുഞ്ഞ് ജനിക്കും, അതിനെ താലോലിച്ച് നീ സന്തോഷം കണ്ടെത്താൻ നോക്കുക എന്നെല്ലാം പ്രതാപൻ പറയുന്നതിനുമ്പോ മഹി പറയുന്നുണ്ട്, എന്റെ അനിയത്തിയുടെ കുഞ്ഞിനെ താലോലിക്കാനായിട്ട് എനിക്കറിയാം, ഇവൾക്ക് എന്നോട് ഇഷ്ടമൊന്നുമില്ലെങ്കിലും ഇവളോടും ഇവളുടെ കുഞ്ഞിനോടും ആ ഒരു വെറുപ്പ് ഞാൻ ഒരിക്കലും കാണിക്കില്ല, പിന്നെ ആര് പറഞ്ഞാലും ശരി കണ്ണേട്ടന്റെ ട്രീറ്റ്മെന്റിൽ നിന്നും ഞാൻ പിന്നോട്ട് പോകാനും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. ഇത് കേൾക്കുന്ന മോഹിനിയാണെങ്കിൽ അങ്ങനെ ചികിത്സ നിർത്തേണ്ട കാര്യം എന്താ, ചിലപ്പോ എന്തെങ്കിലും ഫലം ഉണ്ടായാലോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് ചികിത്സിച്ചതാണ്, എന്നിട്ട് പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്, അവസാനം കണ്ണൻ തന്നെയാണ് ചികിത്സ മതിയെന്ന് പറഞ്ഞതെന്ന് ദുർഗ പറയുമ്പോൾ തോമസ് ഡോക്ടർ ചികിത്സ നിർത്താൻ പറയുന്നത് വരെ ഞങ്ങൾ ഇത് തുടരുമെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. ഇത് കേൾക്കുന്ന പ്രതാപനാണെങ്കിൽ കണ്ണന് കോടികളുണ്ടല്ലോ, അതിൽ നിന്നും കുറച്ചെടുത്ത് വൈദ്യന് കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് പറയുമ്പോൾ എന്റെ കണ്ണേട്ടിനെ പൂർണ്ണമായിട്ടും ശരിയായാലും ഇല്ലെങ്കിലും ശരി, എന്റെ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു കർമ്മം ഞാൻ എന്തായാലും അതേപടി തന്നെ തുടരും, അതിനിടയിൽ കണ്ണേട്ടനെ ആരും അപകടത്തിൽപ്പെടുത്താൻ ശ്രമിക്കാതിരുന്നാ മതി എന്ന് മഹാലക്ഷ്മി പറയുന്നത് കേട്ട് ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ പ്രതാപനും കരുണയും. ഇത് കേൾക്കുന്ന ദുർഗയാണെങ്കിൽ അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, കണ്ണനെ ഇവിടെ ആരെങ്കിലും അപകടത്തിൽപ്പെടുത്താൻ ശ്രമിച്ചോ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ മരുന്ന് കഴിപ്പിച്ച് കണ്ണനെ ബുദ്ധിമുട്ടിക്കുന്നത് നീയല്ലേ എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ ശരി, അന്നത്തെ അയാളുടെ അവസ്ഥ കണ്ട് ശ്വാസം മുട്ടുമായിരുന്നു എന്നെല്ലാം കരുണ പറയുമ്പോൾ നീ എന്തിനാ അവനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്, നിന്നെ കല്യാണം കഴിച്ചു എന്ന് കരുതി ഇങ്ങനെ ശിക്ഷിക്കണോ എന്നെല്ലാം പ്രതാപൻ പറയുന്നത് കേട്ട് കണ്ണേട്ടന് അങ്ങനെ ഒരു തോന്നുന്നില്ല, ഞാൻ കണ്ണേട്ടന് ദോഷം ചെയ്യുന്ന ഒരു കാര്യവും ചെയ്യില്ല എന്ന് ആരേക്കാളും നന്നായിട്ട് കണ്ണേട്ടനെ നന്നായിട്ട് അറിയാം എന്ന് എനിക്കത് മാത്രം മതി എന്നും പ്രതാപന് നല്ല മറുപടി തന്നെ മഹാലക്ഷ്മി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തുടർന്ന് കരുണ പറയുന്നുണ്ട്, ഇവളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മുടെ വീട്ടിലായിരുന്നപ്പോ ഞാനും അച്ഛനും മുത്തശ്ശിയും ഒക്കെ ഇങ്ങനെ ഇരുന്ന് ആഹാരം കഴിക്കുമ്പോ നമുക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഇവള് ധൈര്യപ്പെട്ടിട്ടില്ല, ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ഒപ്പം ഇരുന്ന് ആഹാരം വെട്ടി വിഴുങ്ങുന്നത് എന്ന് കരുണ പറയുന്നത് കേട്ട് കരുണയെ രൂക്ഷമായിട്ട് നിന്ന മഹിയെ കാണുകൊണ്ടാണ് ഈ എപ്പിസോഡ് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്